മോനെ എന്റെ കണ്ണീരിന്റെ ശാപം. അല്ലണേ, നീ എന്തിനാ കരയുന്നത്? അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്താലും കുറ്റം. രാവിലെ ചായക്ക് മധുരം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പൊള്ളിച്ച്. ഇനിയും ഞാനിവിടെ നിന്നാല് എൻ്റെ മോൻ അമ്മ ഉണ്ടാവൂല. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഇല്ല മോനെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇറങ്ങി പോയിക്കൊള്ളിരുന്ന് കൊറേ കാലായി തുടങ്ങിയിട്ട് എന്നിട്ട് കണ്ടുപോലെ ഇതൂടി കൊണ്ടുപോയിക്കോ. മോനെ എന്റെ കണ്ണീരിന്റെ ശാപം എനിക്ക് കിട്ടാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം മോനെ. നമുക്ക് കഴിക്കാലോ? വേണ്ട, ഞാൻ കഴിച്ചിന്. സാരല്ല, കഴിക്ക്. കഴിച്ചിനാണ്, ഇനി കഴിച്ചോ? കഴിക്കപ്പാടുന്ന അച്ചോ എന്നായിട്ടാ കാലിലെന്തോ തട്ടിയണേ. ഇതൊരു ചെറിയൊരു കുറ്റി കഷ്ണം തറച്ചതാ. അത് സാരല്ല, അതങ്ങ് പോയിക്കോളൂ. അച്ചോ, കാല് ഭയങ്കര വേദനയാണ്, തീരെ സഹിക്കാൻ കഴിയുന്നില്ല. അത് രാവിലത്തേക്ക് അങ്ങ് പോയിക്കോളൂ. പ്രജീഷിന്റെ വീടല്ല? ആ അതെ. ഒന്ന് കാണാൻ പറ്റുമോ? ഏട്ടനിപ്പം കാല് മുറിച്ചേരി അങ്ങനെ ആരെയും കാണലൊന്നുമില്ല. അല്ല, കുറച്ച് അത്യാവശ്യമായിരുന്നു. എന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂലേ? രാവിലെ തന്നെ ഓരോന്ന് കേറി വന്നോളൂ. ഒന്നും രണ്ടും എല്ലാം കടന്നെടുക്ക തന്നെ. എന്തൊരു കഷ്ടാണ്. അനക്ക് മടുത്തിങ്ങളെ നോക്കിയിട്ട് ഞാൻ മോനെയും കൂട്ടിട്ട് എന്റെ വീട്ടിൽ പോന്നാണ്. ഇവിടെ പ്രജേഷിൻ്റെ കൂടെ പോയതിന് ശേഷമോ ഇവിടെ ആരും വരത്തില്ലാന്നല്ല. അയ്യോ, നീ ഇങ്ങോട്ട് വന്നാട്ടെ. നീ അവൻ്റെ കാല് കണ്ടില്ല, പഴുത്ത് പുഴുവായിരിക്കുന്നു. കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നു. ചിലപ്പോൾ അവൻ്റെ കാലുകൊണ്ടായിരിക്കും എൻ്റെ അമ്മേനെ ചവിട്ടിയിട്ടുണ്ട്. കർമ്മഫലം. സമനില തെറ്റിയ ഓന് ഇനി അവൻ്റെ അമ്മക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. നീ വാടാ. അയ്യൂബേ,
ഇവിടെ നമ്മളെ പ്രജേഷിന്റെ അമ്മയല്ല അത്? അമ്മേ അമ്മേ എന്റെ മോൻ വന്ന എന്റെ മോനല്ലേ പ്രജേഷിനെ ഞാൻ പോകാൻ പറ്റില്ല അമ്മേ. അവന്റെ ഒരു കാല് നഷ്ടപ്പെടുത്താവുള്ള. എന്റെ മോനേടിയല്ല എന്റെ മോനെ എന്റെ മോനെ പറ്റിയ മോനെ മോനെ എന്റെ മോനെ എന്റെ മോനോട് ഞാൻ പുറത്തില്ലേ നിങ്ങൾക്ക് എന്റെ മോനോട് പുറത്തൂടെ ദൈവേ